നമസ്തേ. ഭാഷാകളരിയിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകമാതാവേ നാഥേ ശരണ്യേ നാരായണീ ഭോഗമോക്ഷദേ സർവമംഗലേ വിഷ്ണുമായേ. നിന്തിരുവടി മമ നാവിന്മേൽ വസിക്കണം, സന്തതം വന്ദിക്കുന്നേൻ കരുണാലയേ തായേ. ഇന്ന് നമ്മൾ ദേവാദിദേവനായ മഹാദേവൻ്റെ പ്രധാനപ്പെട്ട മന്ത്രമായ നമഃശിവായ എന്ന മന്ത്രത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്തൊക്കെ വിഷമങ്ങൾ വന്നാലും, പേടി വന്നാലും, സങ്കടം വന്നാലും, ഉറക്കം വരാതിരുന്നാലും ഒക്കെ നമഃശിവായ എന്ന പഞ്ചാക്ഷരം, 5 അക്ഷരമാണ്. ഈ 5 അക്ഷരം ജപിച്ചാൽ എല്ലാ വിഷമങ്ങളും എല്ലാ കഷ്ടതകളും മാറുമെന്നാണ് വിശ്വാസം. അതിന് ഒരുപാട് കഥകൾ തന്നെ ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും ആ നമഃശിവായ 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 പാഹിമ നമഃശിവായ പാർവതീശ പാപനാശനാഹരേ. അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ എല്ലാ പാപങ്ങളും തീർക്കുന്നതിന് വേണ്ടിയിട്ട് നമഃശിവായ എന്ന് ജപിച്ചാൽ മതി. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ. അപ്പം അതുകൊണ്ട് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ അതുവരെ സന്ധ്യയ്ക്ക് നാമമൊക്കെ ചെല്ലുന്ന വീടുകളുണ്ടാവാം. എല്ലാവരും കൂടെ കൂടിയിരുന്നൊരു അരമണിക്കൂറൊക്കെ സന്ധ്യാനാമം ചെല്ലുന്നവരുണ്ടാവാം. ഇനി ചൊല്ലാൻ സാധിക്കാത്തവരുമുണ്ടെങ്കിൽ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് നമഃശിവായ ജപിച്ചിട്ട് കിടന്നുറങ്ങിയാൽ നമുക്ക് എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടുമെന്നൊരു വിശ്വാസം തന്നെ ഉണ്ട്. ഇനി നമുക്ക് മോക്ഷം കിട്ടണമെന്നുള്ള ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പം മന്ത്രങ്ങളൊന്നും ജപിക്കാൻ സാധിച്ചില്ല, നമ്മൾക്ക് മോക്ഷം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അക്ഷരലക്ഷം നമഃശിവായ ജപിച്ചാൽ മതിയെന്നാണ് പറയുക. അക്ഷരലക്ഷം നമഃശിവായ ജപിച്ചാൽ പിന്നെ ഒന്നും വേണ്ട. നമ്മൾ അറിയാതെയോ അറിഞ്ഞൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റുകളോ കുറ്റങ്ങളോ ഒക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും സകലതും ഭഗവാൻ മാപ്പാക്കുമെന്നാണ് വിശ്വാസം. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും മനുഷ്യരുമായി ഏറ്റവും അടുത്ത് ഇടപഴകുന്ന കുടുംബജീവിതമുള്ള പാർവതീദേവി, പ്രകൃതിയും പുരുഷനുമായിട്ടുള്ള പ്രകൃതിയുടെ ആയ മഹാദേവൻ്റെ പഞ്ചാക്ഷരം ഉപയോഗിച്ചിട്ടുണ്ട്. ശരിക്കും ഒരുപാട് കീർത്തനങ്ങളുണ്ട്, എല്ലാവരും കേട്ടിട്ടുള്ള ആ കീർത്തനങ്ങളിൽ നമഃശിവായ എന്ന കീർത്തനങ്ങളൊന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിലെ ആ നമഃശിവായയുടെ അർത്ഥം. എല്ലാവർക്കും പരിചയമുള്ള ഒരു സിനിമാ പാട്ടാണ്, എന്നാലും നമുക്കൊന്ന് കേൾക്കാം. നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ, നരകത്തിൽ നിന്നും കരകേറ്റിയിടണം തിരുവൈക്കം വാഴും ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ. അപ്പം നരനായി ഞാനിങ്ങനെ മനുഷ്യനായി ഈ ഭൂമിയിൽ ജനിച്ചു. അവിടെ ഈ ഭൂമിയിൽ കുറേ കളവും ചതിയും കൊള്ളയും കൊലയും ഒക്കെയുള്ള ഭൂമിയിൽ അറിയാതെ ഞാനും വന്ന് ജനിച്ചു പോയി. ഇവിടുത്തെ ഈ നരകവാരിധി അറിയാതെ ഇങ്ങനെ ഇതൊക്കെ വരുന്നിടത്ത് എന്നെ കാത്തുകൊള്ളണേ ഭഗവാനെ എന്നുള്ള ഇതാണ്. ആ ശിവശംഭോ എന്ന് വിളിക്കുമ്പോൾ തിരുവൈക്കം വാഴുന്ന വൈക്കം എന്ന് കോട്ടയം ജില്ലയിലെ ഒരു സ്ഥലമാണ് വൈക്കം. ആ വൈക്കം മഹാദേവ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അവിടെ ശിവഭഗവാനും ഏറ്റവും വലിയ ശിവലിംഗമുള്ള ഒരു ക്ഷേത്രമാണ്, വളരെ വിശേഷപ്പെട്ട. അപ്പോൾ ആ തിരുവൈക്കം വാഴുന്ന മഹാദേവനോടാണ് ഈ ഒരു വരി, ഈ ഒരു പാട്ടിൻ്റെ ആദ്യത്തേത്. നമഃശിവായ എന്നുള്ളതിലെ എന്ന അക്ഷരത്തിന് വിശദീകരിച്ചിരിക്കുന്ന ഒരു വിശദീകരണം. അപ്പം നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ,
നരകത്തിൽ നിന്നും കരകേറ്റിയിടേണം തിരുവൈക്കം വാഴും ശിവശംഭോ. ഒരു തെറ്റുകളിലും കുറ്റങ്ങളിലും ഒരു അക്രമങ്ങളിലും ഒന്നും ചെന്ന് പെടാതെ എന്നെ കാത്തോളണേ എൻ്റെ തിരുവൈക്കത്തപ്പ എന്ന് പറയുന്നു. അപ്പോൾ അടുത്ത് ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ. ഒരു താളം, ഒരു ഇരടി. ഇനിയോ അത് കഴിഞ്ഞാൽ നാ കഴിഞ്ഞാൽ മാ എന്നുള്ള മരണകാലത്തെ ഭയത്തെ ചിന്തിച്ചാൽ മതിമറന്നു പോ മനമെല്ലാം മനതാരിൽ വന്നു വിളയാടിയിടേണം തിരുവൈക്കം വാഴും ശിവശംഭോ. ഇനി മരിച്ചു കഴിഞ്ഞിട്ട് എന്തൊക്കെ സംഭവിക്കാം, മരണകാലമൊക്കെ അടുക്കുമ്പോഴുണ്ടാകുന്ന ഭയത്തെക്കുറിച്ചാണ്. മരണകാലത്തെ ഭയത്തെ ചിന്തിച്ച മതിമറന്നു പോ മനമെല്ലാം. ഒരു നാളിൽ ജനിച്ചവരെല്ലാവരും മരിച്ചു പോകും. അപ്പോൾ ആ മരണം വന്നു കഴിഞ്ഞാൽ അച്ഛനുമില്ല, അമ്മയുമില്ല, ചേട്ടനുമില്ല, ചേച്ചിയുമില്ല. ഓരോരുത്തരും ഇങ്ങോട്ട് ഭൂമിയിൽ ജനിക്കുമ്പോൾ അവർക്ക് മരിക്കേണ്ട ദിവസവും കുറിച്ചു വച്ചിട്ടുണ്ട്. അങ്ങനെ പോകും. അതെന്ന് വരുമെന്ന് ആർക്കും അറിയാതെയാണ് എല്ലാവരും ഈ ഭൂമിയിൽ വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് ഇങ്ങനെ വിഷമിച്ചിട്ടിരുന്നിട്ട് എന്ത് കാര്യമില്ല. അപ്പോൾ മനതാരിൽ മരണകാലത്തെ ഭയത്തെ ചിന്തിച്ച മതിമറന്നു പോ മനമെല്ലാം മനതാരിൽ വന്നു വിളയാടിയിടേണം തിരുവൈക്കം വാഴും ശിവശംഭോ. ജനനവും മരണവും ഒന്നും നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല. അതൊക്കെ വരും പോലെയൊക്കെ വരട്ടെ. അതിനെക്കുറിച്ചോർത്തൊന്നും ചിന്തിക്കാതെ ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നു പിറന്നു. ഇനി എനിക്കെല്ലാം നല്ലതുപോലെ എന്നെക്കൊണ്ട് എന്തെല്ലാം നന്മകൾ ചെയ്യാൻ പറ്റുമോ, എനിക്ക് ജന്മം നൽകിയ എൻ്റെ രക്ഷിതാക്കൾക്ക്, എന്നെ വളർത്തിയ എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ നന്മകൾ ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ ഭഗവാന്റെ അനുഗ്രഹം എനിക്കുണ്ടാകണേ. ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ. അപ്പം നാ മ. ഇനി ശിവശിവായൊന്നും പറയാവതല്ലേ മഹാമായ നിന്റെ വികൃതികൾ. മഹാമായ നീക്കിട്ടരുളേണം നാഥ തിരുവൈക്കം വാഴും ശിവശംഭോ. ശിവശിവ ഭഗവാനെ, ശിവഭഗവാനെ, ഭഗവാനെ എന്ന് വെച്ചാൽ ദേവാദിദേവനായ ഭഗവാനാണല്ലോ. അപ്പോൾ ശിവശിവ ഒന്നും പറയാനില്ല. അവിടുന്ന് എന്തൊക്കെ വൈഭവങ്ങളാണ് കാണിക്കുന്നത്. വയ്യാത്ത അന്നദാന പ്രഭുവാണ്. എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും നൽകുന്ന ഭഗവാന്റെ ലീലകൾ അല്ലെങ്കിൽ ഭഗവാന്റെ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച് ഒന്നും പറയാനില്ല. എത്ര വിഷമിക്കുന്നവർക്കും അനുഗ്രഹം നൽകുന്ന, എത്ര ശത്രുവാണനെ പോലും മിത്രമായി കാണുന്ന, എല്ലാവരിലും കരുണ ചൊരിയുന്ന ദേവാദിദേവനായ മഹാദേവ, അവിടുത്തെ കാരുണ്യം ഉണ്ടാവണേ. പിന്നെയോ അപ്പോൾ നാമ ശി. ഇനിയോ വലിയൊരു കാട്ടിലകപ്പെട്ടേ ഞാനും വഴിയും കാണാതെ ഉഴലുമ്പോൾ വഴിയിൽ നേർവഴി അരുളേണം നാഥ
തിരുവൈക്കം വാഴും ശിവശംഭോ. ഞാനൊരു വലിയ കാട്ടിലകപ്പെട്ടു എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രതിസന്ധിയിലകപ്പെട്ട് എന്തെങ്കിലും ഇങ്ങനെ എനിക്ക് ചെയ്തു തീർക്കാൻ പറ്റാതെ വരുന്ന, ചിലപ്പോൾ ചില അപകടത്തിൽ ചെന്ന് വിടുമ്പോൾ, ചില പ്രശ്നങ്ങളിൽ ചെന്ന് വിടുമ്പോൾ, വലിയൊരു കാട്ടിലകപ്പെട്ടേ ഞാനും വഴിയും കാണാതെ ഉഴലുമ്പോൾ, ആ പ്രതിസന്ധികളിലൊക്കെ ചെന്ന് വിടുമ്പോൾ, പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് വിടുമ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടുത്താനായിട്ട് അതാണ് ഒരു വഴി കാണിച്ചു തരണേ ഭഗവാനെ വൈക്കത്തപ്പാ എന്നുള്ള വിളിയാണ്. വലിയൊരു കാട്ടിലകപ്പെട്ടേ ഞാനും വഴിയും കാണാതെ ഉഴലുമ്പോൾ, വഴിയിൽ നേർവഴി അരുളേണം നാഥ തിരുവൈക്കം വാഴും ശിവശംഭോ. പ്രതിസന്ധികളിൽ ചെന്ന് പെടുമ്പോൾ, പ്രശ്നങ്ങൾ വന്ന് ഞാനിങ്ങനെ വലയുമ്പോൾ, ഭഗവാനെ അവിടുത്തെ ഞാൻ വിളിക്കുമ്പോൾ എന്നെ അവിടുന്ന് നല്ല വഴിയിലൂടെ എന്നെ കൊണ്ടുപോണേ എന്നാണ്. ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ. ഇനി ഇപ്പം നാ മാ ശി വ 4 അക്ഷരവും കഴിഞ്ഞു. ഇനി 5ാമത്തെ അക്ഷരം യായാണ്. എളുപ്പമായുള്ള വഴിയെ കാണുമ്പോൾ ഇടയ്ക്കിടെ 6 പടിയുണ്ട്. എളുപ്പമായുള്ള വഴിയെ കാണുമ്പോൾ ഇടയ്ക്കിടെ 6 പടിയുണ്ട്. പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ. ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ. വലിയൊരു കാട്ടിലൊക്കെ പെട്ട് പ്രശ്നങ്ങളിൽ നിന്ന് ഞാൻ അങ്ങനെ അകപ്പെടുമ്പോൾ, വഴി കാണാതെ ഞാനിങ്ങനെ ബുദ്ധിമുട്ടുമ്പോൾ നല്ല എളുപ്പമായ വഴിയെ എന്നെ കൊണ്ടുപോകണം. അങ്ങനെ പോകുമ്പോൾ ശിവഭഗവാന്റെ അടുത്തേക്ക് എത്തണം, അതായത് സത്യത്തിലേക്ക്, നല്ല വഴിയിലേക്ക് എത്തണമെങ്കിൽ വഴി കാട്ടിത്തരുന്ന ശിവഭഗവാന്റെ പടി എന്ന് പറഞ്ഞത് 6 പടിയാണ്. കാമ ക്രോധ മോഹ ലോഭങ്ങളെല്ലാം വരുന്ന 6 പടി എല്ലാത്തിനെയും തരണം ചെയ്തുകൊണ്ട് ഏറ്റവും സത്യത്തിലേക്ക്, പരമോന്നതമായ സൗഭാഗ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് ശിവഭഗവാനെ സ്തുതിച്ചുകൊണ്ട് കവി പാടിയ ഒരു സിനിമാ ഗാനമാണിത്. ഇനി ഇതുപോലെ തന്നെ അപ്പം ഇതിൽ ആ നാ മാ ശിവായ എന്നുള്ള പണ്ടിങ്ങനെ കീർത്തനങ്ങളൊക്കെ പഠിപ്പിച്ചിരുന്നത് ഇങ്ങനെ അക്ഷരങ്ങൾ എല്ലാം ഇങ്ങനെ ഓരോ രീതിയിൽ പ്രയോഗിച്ചിട്ടാണ്. ഇപ്പം നമശിവായ എന്ന പഞ്ചാക്ഷരത്തിന് ഒരു വിശദീകരണം കൊടുത്തുകൊണ്ടാണ് ഒരു കീർത്തനമുള്ളത്. ഇതുപോലെ തന്നെ ഇനിയുമുണ്ട് നമശിവായ. ഇപ്പം അതിൻ്റെ കൂടെ ഒരു താളം ശിവശംഭോ എന്നുള്ള ഇരടിയും കൂടി ഇടുമ്പോഴത്തേക്കും കുറച്ചും കൂടി നമുക്ക് ആ ശിവഭഗവാനെ മനസ്സിൽ കാണുന്ന പോലെ, ദൈവങ്ങൾ എന്ന് പറയുന്നത് സാങ്കല്പിക സൃഷ്ടിയാണെങ്കിൽ പോലും ദൈവങ്ങൾ നമുക്ക് മാർഗനിർദ്ദേശം തരുന്ന, അബദ്ധങ്ങളിൽ എന്ന് ചെല്ലുമ്പോഴെല്ലാം നമ്മൾ ഏതെങ്കിലും വിഷമഘട്ടത്തിലെല്ലാം നമ്മളെ സഹായിക്കാൻ എത്തുന്ന അദൃശ്യ ശക്തിയാണ് ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ ആ ശക്തിയെ ഓരോ പേരിട്ട് വിളിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ദേവാദിദേവനായ മഹാദേവനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു ഗാനമാണ്. ഇത് തന്നെ ഈ നമശിവായയുടെ അർത്ഥം മനസ്സിലാക്കുന്ന വേറെയുണ്ട് ഒരുപാട്. നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാംഗരാഗായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ തസ്മൈ നകാരായ നമഃ ശിവായ
ഇത്തിരി കൂടി നരന എന്നുള്ളതെന്ന് പറയുന്നത് കുറച്ചും കൂടി അതിനേക്കാൾ ഇത്തിരി കൂടി കുറച്ചുകൂടി ഉയർന്ന ക്ലാസ്സുകളിലേക്ക് എത്തുന്ന കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് നാഗേന്ദ്രഹാരായ, സർപ്പത്തിനെ ഇങ്ങനെ ഹാരമായിട്ട് ഉപയോഗിക്കുന്ന, കഴുത്തിൽ മാല പോലെ ആഭരണം പോലെ ധരിച്ചിരിക്കുന്ന നാഗേന്ദ്രഹാരായ ത്രിലോചനായ, തൃക്കണ്ണുള്ള മഹാദേവൻ, നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാംഗരാഗായ മഹേശ്വരായ, ഭസ്മം മുഴുവൻ ദേഹം മുഴുവൻ ഭസ്മം ധരിച്ചിട്ടുള്ള ഭസ്മാംഗരാഗായ മഹേശ്വരായ, നിത്യായ ശുദ്ധായ ദിഗംബരായ, പുലിത്തോലൊക്കെ ധരിച്ചിട്ടുള്ള മഹാദേവൻ, ദേഹം മുഴുവനും ഭസ്മം വാരിപ്പൂശിയിട്ട് പുലിത്തോലൊക്കെ ധരിച്ചിട്ടുള്ള, ഒരുപാട് വസ്ത്രമൊന്നും ധരിക്കാത്ത ആ ഭഗവാനെ ആണ്. നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാംഗരാഗായ മഹേശ്വരായ, എല്ലാ ദേവന്മാരുടെയും മഹേശ്വരനാണ്. ആ മഹേശ്വരനായ അതോ പിന്നെന്താ പറഞ്ഞിരിക്കണേ? നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാംഗരാഗായ മഹേശ്വരായ, നിത്യായ ശുദ്ധായ ദിഗംബരായ, തസ്മൈ നകാരായ നമഃ ശിവായ. ഓം നമഃ ശിവായ. ശിവേ നമഃ. ഓം നമഃ ശിവായ. ശിവേ നമഃ. നമഃശിവായ ശിവഭഗവാനെ നമിക്കുന്നു എന്നാണെങ്കിൽ ഇവിടെയോ ശിവയെ നമഃ. ശിവ എന്ന് പറഞ്ഞാൽ പാർവതീദേവിയാണ്. അപ്പോൾ ശിവഭഗവാൻ എന്ന് പറയുന്ന പാർവതീദേവിയും കൂടെ ചേരുമ്പോഴാണ് അവർ അർദ്ധശരീരക്കാരാണ്. അവർ രണ്ടുപേരും ശിവശക്തിയാണ്. ശിവഭഗവാൻ ശക്തി കൂടെ ഉള്ളപ്പോഴുള്ള. അപ്പം അതാണ് ഓം നമഃശിവായ ശിവയെ നമഃ. ഇനി രണ്ടാമത്തെ അക്ഷരം മന്ദാകിനി സലില ചന്ദന ചർച്ചിതായ നന്ദീശ്വര പ്രമഥനാഥ മഹേശ്വരായ, മന്ദാര പുഷ്പ ബഹുപുഷ്പ സുപൂജിതായ, തസ്മൈ മകാരായ നമഃ ശിവായ. മന്ദാകിനി സലില ചന്ദന ചർച്ചിതായ നന്ദീശ്വര പ്രമഥനാഥ മഹേശ്വരായ, മന്ദാര പുഷ്പ ബഹുപുഷ്പ സുപൂജിതായ, തസ്മൈ മകാരായ നമഃ ശിവായ. നന്ദികേശൻ്റെ, അതായത് ഭഗവാന്റെ വാഹനമാണ് നന്ദി എന്ന് പറയുന്ന കാള. പിന്നെയോ ഈ മന്ദാര പുഷ്പം പോലെയുള്ള പലതരത്തിലുള്ള പുഷ്പങ്ങൾ, വെളുത്ത മന്ദാരമുണ്ട്, മഞ്ഞ മന്ദാരമുണ്ട്, വയലറ്റ് മന്ദാരമുണ്ട്, മന്ദാര പുഷ്പങ്ങൾ കൊണ്ടൊക്കെ അർച്ചന ചെയ്യുന്ന ആ മഹാദേവനെ സ്തുതിച്ചുകൊണ്ടുള്ള, അപ്പം മകാരായ മാ എന്ന ശബ്ദത്തിൻ്റെ ഇത്. പിന്നെയോ ശിവായ, അവിടെയും ഇങ്ങനെയാണ്. മന്ദാകിനി സലില ചന്ദന ചർച്ചിതായ നന്ദീശ്വര പ്രമഥനാഥ മഹേശ്വരായ, മന്ദാര പുഷ്പ ബഹുപുഷ്പ സുപൂജിതായ, തസ്മൈ മകാരായ നമഃ ശിവായ. ഓം നമഃ ശിവായ. ശിവേ നമഃ. ഇനി ശിവായ ഗൗരി വദനാബ്ജവൃന്ദ ദക്ഷാദ്വരനാശകായ ശ്രീനീലകണ്ഠായ വൃഷധ്വജായ, തസ്മൈ ശികാരായ നമഃ ശിവായ. അപ്പം ശിവഭഗവാന്റെ ശിവായ ഗൗരി ശിവഭഗവാന്റെ. അപ്പം അവിടെ മൂന്നാമത്തെ ആ വരികളെയും വിശദീകരിച്ചാണ്. ശിവായ ഗൗരി വന്ദനാബ്ജവൃന്ദ, പിന്നെ ദക്ഷാദ്വരനാശകായ ശ്രീനീലകണ്ഠായ വൃഷധ്വജായ, തസ്മൈ ശികാരായ നമഃ ശിവായ. അപ്പം ശിയുടെയും ഒരു വിശദീകരണം വന്നു. ഓം നമഃ ശിവായ. ശിവയേ നമഃ. ഇനി വാ എന്ന അക്ഷരം വസിഷ്ഠ കുംഭോദ്ഭവ ഗൗതമാദി മുനീന്ദ്ര ദേവാർച്ചിത ശേഖരായ, ചന്ദ്രാർക്ക വൈശ്യ നരലോചനായ, തസ്മൈ വകാരായ നമഃ ശിവായ. ഭഗവാന്റെ ഒരു കണ്ണിൽ സൂര്യഭഗവാൻ, ഒരു കണ്ണിൽ ചന്ദ്രനുമാണെന്ന് പറയുന്നത് അത്രയുള്ള ആ ഭഗവാന്റെ രൂപത്തെ വർണ്ണിച്ചേക്കാണ്. വസിഷ്ഠ കുംഭോദ്ഭവ ഗൗതമാദി മുനീന്ദ്ര ദേവാർച്ചിത ശേഖരായ, ചന്ദ്രാർക്ക വൈശ്യ നരലോചനായ, തസ്മൈ വകാരായ നമഃ ശിവായ. അപ്പോൾ വാ. ഓം നമഃ ശിവായ. ശിവേ നമഃ. ഇനിയോ അവിടെ ഇനി വായും കഴിഞ്ഞാൽ അടുത്ത അക്ഷരമാണ് പഞ്ചാക്ഷരത്തിലെ അഞ്ചാമത്തെ അക്ഷരം യ. യശസ്വരി യജ്ഞസ്വരൂപായ ജഡാധരായ, പിനാകഹസ്തായ സനാതനായ, ദിവ്യായ ദേവായ ദിഗംബരായ, തസ്മൈ യകാരായ നമഃ ശിവായ.
യജ്ഞസ്വരൂപായ ജഡാധരായ പിനാകഹസ്തായ സനാതനായ ദിവ്യായ ദേവായ ദിഗംബരായ തസ്മൈ യകാരായ നമഃ ശിവായ. ഓം നമഃ ശിവായ. ശിവേ നമഃ. അപ്പോൾ ശിവഭഗവാന്റെ നമഃ ശിവായ എന്ന ആ പഞ്ചാക്ഷരം, ആ അഞ്ചക്ഷരം ജപിച്ചാൽ എല്ലാ ദോഷങ്ങളും അറിഞ്ഞോ അറിയാതെ ചെയ്തു എല്ലാ തെറ്റുകുറ്റങ്ങളും ഭഗവാൻ ക്ഷമിച്ച് നമുക്ക് മോക്ഷം തരുമെന്നാണ്. അക്ഷരലക്ഷം നമഃശിവായ ജപിച്ചപ്പോൾ വെറുതെ ഇരുന്നു കൊണ്ട് നമഃശിവായ എന്ന് ജപിച്ചാൽ പോലും നമ്മൾക്ക് അറിഞ്ഞോ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് ഒരു മാപ്പ് പറയുന്ന പോലെയാണ്. ദേവാദിദേവനായ മഹാദേവനെ നമ്മൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമഃശിവായ ജപിക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും വിഷമം വരുമ്പോൾ വിഷമിച്ചിരിക്കാതെ കരയാതെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരുമ്പോൾ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് നേരമെങ്കിലും ഒന്ന് കണ്ണടച്ചിരുന്ന് മഹാദേവനെ ധ്യാനിച്ചുകൊണ്ട് നമഃശിവായ 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 പാഹിമ നമഃശിവായ പാർവതീശ പാപനാശനാഹരെ. എല്ലാ പാപങ്ങളും, കാരണം സർവ്വപാപങ്ങളും തീരുന്ന നമ്മുടെ ദോഷങ്ങളെല്ലാം നമ്മൾ ഗംഗയിൽ മുങ്ങിയാൽ തീരുമെന്നാണ് പറയുന്നത്. ആ ഗംഗാ നദിയെ ശിരസിൽ വഹിക്കുന്ന ദേവാദിദേവനായ മഹാദേവൻ്റെ പഞ്ചാക്ഷരം നമഃശിവായ ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാ കുട്ടികളും ജപിക്കാൻ സാധിച്ചാൽ നമഃശിവായ ജപിക്കും തോറും മനസ്സിന് ഒരു ശാന്തിയും സമാധാനവും പ്രശ്നങ്ങളെയൊക്കെ അതിജീവിക്കുവാനുള്ള എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ വിഷമിച്ചിങ്ങനെ ഭക്ഷണവും വേണ്ട വെള്ളവും വേണ്ട ഒന്നും വേണ്ട ഇങ്ങനെ ഉറക്കവുമില്ലാതെ വിഷമിച്ചിരിക്കാതെ പ്രശ്നങ്ങളെ ശാന്തമായി വിശകലനം ചെയ്യുവാൻ അല്പസമയം ശിവഭഗവാനെ ധ്യാനിക്കൂ. തീർച്ചയായും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും. ഇതെല്ലാം രക്ഷിതാക്കളോ മുതിർന്നവരോ മറ്റുള്ളവരോ ഉപദേശിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താലാണ് ഈ നമഃശിവായുടെയൊക്കെ അർത്ഥം മനസ്സിലാവുകയുള്ളൂ. അത് മനസ്സിലാക്കി നിത്യവും വൈകുന്നേരം കുറച്ച് സമയമെങ്കിലും നാമം ജപിച്ച് മനസ്സിനെ ശാന്തമാക്കി ഇന്ന് നമുക്ക് കിട്ടിയ ഇന്നത്തെ ദിവസം എത്ര ഇങ്ങനെ നല്ലതോ ചീത്തയോ ആവട്ടെ, എന്തായാലും എന്തെങ്കിലും ഒരു നന്മ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവും. ആ നന്മകൾ മനസ്സിലോർത്തുകൊണ്ട് എന്തെങ്കിലും വിഷമങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം മറന്നിട്ട് വന്ന നന്മകളെല്ലാം അതിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് നമഃശിവായ ജപിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു നിദ്ര ഭഗവാൻ നൽകട്ടെ. എല്ലാവർക്കും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള കരുത്ത് ദേവാദിദേവനായ മഹാദേവൻ നൽകട്ടെ. നമഃശിവായ ഒരു ശീലമാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.